ഇരുവഴിഞ്ഞിപ്പുഴയിൽ അതിരൂക്ഷമായ നീർനായ ആക്രമണത്തിൽ ജനങ്ങൾ വലയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാവാതെ വനംവകുപ്പ് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഇരുകരകളിലുമുള്ള മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലായി 300-ലധികം പേർക്കാണ് നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നാൽ 2 തവണകളിലായി പുഴ തീരത്ത് കൂടുകൾ സ്ഥാപിക്കുകയല്ലാതെ നീർനായകളെ പിടികൂടാനായ കാര്യമായ നടപടികളൊന്നും വനംവകുപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വനം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും ഇറങ്ങുന്നത് പോലെ തന്നെ പുഴയോരവാസികളുടെ ദുരിതവും അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നീർനായ ഭീതി മൂലം പുഴയോട് ജനങ്ങൾ അകലുന്ന അവസ്ഥയാണുള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കുളിക്കാനെത്തുന്നവരും മീൻ പിടിക്കാനെത്തുന്നവരും നാമാവശേഷമായിരിക്കുകയാണ്. നീർനായകളുടെ ആവാസ മേഖലകൾ നിരീക്ഷിച്ച് പുഴയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇതിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് കാണുന്ന നീർനായയാണ് ആക്രമിക്കുന്നതെന്ന് പുഴയോരവാസികൾ പറയുന്നു. വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് വരുന്നതിനാൽ ആക്രമണത്തിനെത്തുന്നത് കാണാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചെറിയ കുട്ടികളെ കാലിൽ കടിച്ചു വലിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഇവയുടെ നിയന്ത്രണത്തിന് എത്രയും വേഗം ഒരു പരിഹാരം ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.